വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇന്നലെ കോടതി ശിക്ഷയില്ലാതെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കേസ് അന്വേഷിച്ചിരുന്നത് TD സുനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മുൻപ് ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ മുൻ MLA കൂടിയായ PC ജോർജ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ PC ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. സാർ, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിലുണ്ടായ വീഴ്ചകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ആ കുഞ്ഞിനെ ഇത്രയും മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതിൽ പ്രതിയില്ല എന്ന് പറഞ്ഞാലേ എങ്ങനെ സഹിക്കാൻ പറ്റും? ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചോളം ഈ ഒരു ചെറിയ തെളിവെങ്കിലും കിട്ടിയായിരുന്നു ഞാൻ കോടതി ശിക്ഷിച്ചേനെ. അപ്പോൾ ഒരു തെളിവില്ലാത്ത രീതിയിൽ ഒരു കേസ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സുനിൽകുമാർ എന്ന് പറഞ്ഞ എന്നെ ഈരാറ്റുപേട്ട എനിക്കറിയാം നല്ലവണ്ണം. ഏത് വൃത്തികേടും പണം മേടിച്ച് ചെയ്യുന്നവനാണ്. അന്നേ ഞാൻ പറഞ്ഞു, കേസ് അന്വേഷിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇവനെ കൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കുമെങ്കിൽ DYSP നേരിട്ട് കേസ് നോക്കണം, ഇവനാണെങ്കിൽ അത് കുളവാക്കും, നശിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ല, അത് മതി. ഞാൻ അതുകൊണ്ട് പറയുന്നത്, വീണ്ടും കേസ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവ് കൊടുക്കണം. അത് കഴിഞ്ഞ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി, പ്രതിയുടെ കുറ്റം കണ്ടെത്തി, തെളിവ് കണ്ടെത്തി ശിക്ഷ നൽകാനുള്ള നടപടി സ്വീകരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ CIയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി സംശയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഈ CIക്ക് എങ്ങനെയായിരിക്കും, CIക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത്? അത് CIക്ക് ഒരു കൊലക്കേസ്, ഇത്രയും മൃഗീയമായ കൊലപാതകവും ബലാത്സംഗവും പോക്സോ കേസും തെളിവില്ലാതെ കേസ് ചാർജ് ഉദ്യോഗസ്ഥനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിന് ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. DGP അതിന്മേൽ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ വാളയാറിലുണ്ടായതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാറിലുണ്ടായിരിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിസ്ഥാനത്ത് CPMൻ്റെ അല്ലെങ്കിൽ പ്രവർത്തകരോ നേതാക്കളോ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു സംഭവത്തെ എങ്ങനെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തുന്നത്? ഞാനതിന് വിശദാംശം കിടക്കാത്തൊരു രാഷ്ട്രീയമായിട്ട് ഇതിന് ഞാൻ കാണുന്നില്ല. ഇതെല്ലാം CPMൻ്റെ പ്രവർത്തകരും, അത് മുഖ്യമന്ത്രിയുടെ സ്വഭാവം തന്നെയാണ് ഇതിന് പ്രവർത്തകർക്കും ഉണ്ടായിരിക്കുന്നത്. അഹങ്കാരം, ധാഷ്ട്, എന്തും ചെയ്യാനുള്ള വിവരക്കേട്. അല്ല ഇതുപോലെ കുഞ്ഞുങ്ങളെ പറ്റി ഇതുപോലെ ബലാത്സംഗം ചെയ്ത് കൊല്ലുമോ? എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം വട്ട് പിടിച്ചെന്ന് തോന്നുന്നത്, അധികാരത്തിൻ്റെ അഹങ്കാരം കൂടാണ്. ഏതായാലും ഇത് ശരിയായ നടപടിയല്ല. പിണറായി വിജയനും എന്ത് വൃത്തികൾ കാണിച്ചാലും രക്ഷിക്കാൻ പിണറായി ഉണ്ട് എന്നൊരു തോന്നലാണ് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ അഭിപ്രായം. ഏതായാലും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടികളാണ് ഇപ്പോൾ PC ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.